നമസ്കാരം കൂട്ടുകാരെ. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫോർ ജോയ്ഫുൾ ലൈഫ് എന്ന സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ ലതാ രാജഗോപാൽ, ചെസ്കമ്പിൾ ഇൻ്റർനാഷണൽ എന്ന രജിസ്റ്റേർഡ് മതേതര സംഘടനയിലെ ഒരു കർമ്മയോഗി. ആദ്യ 2 എപ്പിസോഡുകളിൽ ജോയ്ഫുൾ എന്ന വാക്കിലെ ജെ എന്ന അക്ഷരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് ഒ എന്താണെന്ന് നോക്കാം. O for organize, O for open-minded, and O for optimistic. Organize your life as much as possible. ജീവിതം പരമാവധി അടുക്കും ചിട്ടയും ഉള്ളതായി മാറ്റാൻ ശ്രമിക്കുക. കുടുംബം, സമൂഹം, ജോലിസ്ഥലം ഇവയെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. ജീവിതത്തിൽ അടുക്കും ചിട്ടയും വരുത്തുക എന്ന് പറയുമ്പോൾ ഈ എല്ലാ മേഖലകളിലും ക്രമീകരണം കൊണ്ടുവരിക എന്നതാണ് അർത്ഥം. ഇതിന് ആദ്യം വേണ്ടത് ആവശ്യം, അത്യാവശ്യം, അനാവശ്യം എന്നിങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങളെയും സാഹചര്യങ്ങളെയും തിരിച്ചറിയാനുള്ള ബോധമാണ്. പ്രാധാന്യക്രമത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിയുമ്പോൾ സ്വാഭാവികമായും ജീവിതം സുഗമമാകും. ചുരുക്കി പറഞ്ഞാൽ പ്രധാനപ്പെട്ടത് ആദ്യം ചെയ്യുക, അതും കഴിയുന്നത്ര ലഘുവായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട്. അനാവശ്യ സമ്മർദ്ദം കുറച്ച് പ്രൊഡക്ടിവിറ്റിയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുക. ഇതോടൊപ്പം സന്തോഷവും സമാധാനവും നമ്മെ തേടിയെത്തും. അടുത്തത് ഓപ്പൺ മൈൻഡഡ് കോൺവെർസേഷനാണ്. മറയില്ലാതെ തുറന്ന മനസ്സോടെ ആവശ്യമുള്ളത് മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ ക്ഷമയോടെ കേൾക്കാനുള്ള മനസ്സും നമ്മിൽ വളരും. മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ഇതിലും നല്ല മാർഗം വേറെയില്ല. ഓപ്പൺ മൈൻഡഡായ സംസാരം നമ്മെ സ്വയം നിയന്ത്രിക്കാനും സ്വയം വെല്ലുവിളിക്കാനും പഠിപ്പിക്കുന്നു. എല്ലാവരും തന്നെ ജീവിതത്തിൽ ഒരു കംഫർട്ട് സോൺ സൃഷ്ടിക്കുന്നവരാണ്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവരുമാണ്. പക്ഷേ ഈ സൗകര്യ മേഖലയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാനും വളരാനും പുതിയ ലക്ഷ്യങ്ങൾ നേടാനും നമുക്ക് കഴിയുന്നത്. ഒരു പരിധിക്കപ്പുറം കംഫർട്ട് സോൺ നമ്മുടെ വളർച്ചയെ തന്നെ തടയും. തുറന്നതും മിതമായതുമായ സംസാരം നമ്മുടെ ഉൾക്കാഴ്ച വർദ്ധിപ്പിക്കും, നമ്മുടെ ചിന്തകളിൽ വൈവിധ്യം കൊണ്ടുവരും, ആത്മവിശ്വാസം കൂട്ടും, വൈകാരിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. അതോടൊപ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരുകയും പരസ്പരം മനസ്സിലാക്കാനും അനുകമ്പയോടെ പ്രവർത്തിക്കാനും നമുക്ക് കഴിയുകയും ചെയ്യും. ഇതെല്ലാം ചേർന്നാൽ നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത്, അതായത് വ്യക്തിഗത വളർച്ചയും അവബോധവും സ്വാഭാവികമായും വർദ്ധിക്കും. അടുത്ത ടിപ്പ്: ഓപ്റ്റിമിസ്റ്റിക് ടോക്ക് വിത്ത് യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മെ സ്വാധീനിക്കുന്ന ശബ്ദം ഏതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് മറ്റുള്ളവരുടേതല്ല, നമ്മുടെ സ്വന്തം ഉള്ളിലെ ശബ്ദമാണ്. നാം നമ്മോട് തന്നെ എങ്ങനെ സംസാരിക്കുന്നു എന്നത് നമ്മുടെ ആത്മവിശ്വാസത്തെയും സമാധാനത്തെയും നിർണയിക്കുന്നു. നമ്മുടെ മനസ്സിനെ ശക്തമാക്കുന്നു. നമ്മളിൽ ഇടയ്ക്കു കയറി വരുന്ന നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കി പോസിറ്റിവിറ്റി വളർത്താൻ ഇത് സഹായിക്കും. സ്വയം സംസാരിക്കുന്നത്, അതായത് ആത്മഗതം അല്ലെങ്കിൽ സോളിലോക്കി, വൈകാരിക നിയന്ത്രണത്തിനും പ്രശ്നപരിഹാരത്തിനും സ്വയം പ്രചോദനത്തിനും വളരെ ശക്തമായൊരു മാർഗമാണ്. മറ്റുള്ളവരുമായി ഓപ്റ്റിമിസ്റ്റിക്കായി സംസാരിക്കുമ്പോൾ ബന്ധങ്ങൾ ശക്തമാകും, പരസ്പരം ആഴത്തിൽ മനസ്സിലാക്കാനും കഴിയും. അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള നമ്മുടെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. ഒരു പ്രോത്സാഹന വാക്ക് ഒരാളെ നിരാശയിൽ നിന്ന് ഉയർത്താം. ഒരു സ്നേഹവാക്ക് ഒരു ബന്ധത്തെ പുനഃസ്ഥാപിക്കാം. ഒരു പ്രതീക്ഷാവാക്ക് ഒരു ജീവിതം തന്നെ മാറ്റിയേക്കാം. ഓപ്റ്റിമിസ്റ്റിക്കായി സംസാരിക്കുന്ന ഒരാൾ സ്വയം ശാന്തനാകുന്നു. അയാൾ മറ്റുള്ളവർക്ക് ഊർജവും സമൂഹത്തിന് വെളിച്ചവുമാകുന്നു. ആയതിനാൽ ഓർക്കുക, മറ്റുള്ളവരോടും അവനവനോട് തന്നെയുമുള്ള സംസാരം ശുഭാപ്തി വിശ്വാസത്തോടെയുള്ളതായിരിക്കണം. നമ്മുടെ ഉള്ളിലെ സംഭാഷണം സ്നേഹപൂർവമാക്കാം. മറ്റുള്ളവരോടുള്ള വാക്കുകൾ പ്രചോദനപരമാക്കാം.
കാരണം നമ്മുടെ വാക്കുകളാണ് നമ്മുടെ ലോകം നിർമ്മിക്കുന്നത്. ഇത് സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ. മുകളിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ സഹായിക്കുന്ന ലളിതമായ വഴികളാണ്. നിങ്ങളിൽ പലർക്കും ഇതൊക്കെ അനുഭവത്തിലൂടെ മനസ്സിലായിട്ടും ഉണ്ടാവും. അല്ലാത്തവർ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ സ്വയം അനുഭവിച്ചറിയാം. അനുഭവം എന്തായാലും പോസിറ്റീവ് തന്നെയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അടുത്ത എപ്പിസോഡുമായി വീണ്ടും വരാം. അതുവരെ സ്നേഹത്തോടെ ലതാ രാജഗോപാൽ.